അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയിലൂടെ റീച്ചും ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ കിട്ടാൻ വേണ്ടി നാം സോഷ്യൽ മീഡിയ കാണുന്നവരാണ്. അത് തുറന്ന് നോക്കുന്നവർക്കെല്ലാം അറിയാം, പല കണ്ടൻറ്റുകൾ ഇട്ടിട്ടാണ് ആളുകൾ ഇങ്ങനെ കയറി പോകുന്നത്. അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ കളിയാക്കുന്നതിനും ആക്ഷേപിക്കുന്നതിനും ചീത്ത വിളിക്കുന്നതിനും കുറ്റം പറയുന്നതിനും അതുപോലെ മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും ചെറുപ്പവും വലുപ്പവും നോക്കാതെ ആളിൻ്റെ പ്രായം നോക്കാതെ ചിരിപ്പിക്കുന്ന കണ്ടൻറ്റുകളും അതുപോലെ വസ്ത്രാക്ഷേപങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സപ്പോർട്ടും അവർക്കാണ് കൂടുതൽ റീച്ചും എന്നൊക്കെ നമുക്ക് കാണാം. അവർക്ക് ബാഡ് കമൻറ്റുകൾ കുറവായിരിക്കും. കാരണം എപ്പോഴും ഈ ശൈത്താൻ ഇഷ്ടപ്പെടുന്ന ഇബ്ലീസ് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റുകൾക്ക് സപ്പോർട്ട് കൂടുതലായിരിക്കും. ഇതൊരു ബേസിക്കാണ്, ഇതൊന്നും മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ അതിനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ പണ്ഡിതന്മാരുടെ വേഷം ഉപയോഗിക്കരുത്. അപ്പോൾ അൻസാരി സുഹരി എന്ന് പറയുന്ന അദ്ദേഹം ആദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. കുറേ നല്ല കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് കണ്ടിട്ടുണ്ട്. പക്ഷേ കാലക്രമേണ അദ്ദേഹം കളിയാക്കുന്ന സ്വഭാവത്തിലേക്ക് എത്തി. ഏതൊരു വിഷയം എടുത്തിട്ട് ഒരു കളിയാക്കൽ നിർബന്ധമായിരിക്കും. അതായത് അവസാനം ഒരു കളിയാക്കി ചിരിക്കുന്ന ഒരു പരിപാടി. അത് ഇസ്ലാം മതം പഠിച്ച എല്ലാവർക്കും അറിയാം. ഇൽഹാക്ക് മല്ലഹിക്ക ലൊഹിക്ക എന്നാണ്. ഒരാളെയും ആക്ഷേപിക്കാനോ കളിയാക്കാനോ പാടില്ല. പക്ഷേ അത് അദ്ദേഹം ഒന്നുകിൽ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റീച്ച് കൂട്ടാൻ വേണ്ടി പഠിച്ചതിനെ മൂടി വെച്ചു. രണ്ടാലൊന്നാണ്. പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ അദ്ദേഹം അത് തിരുത്തണം. അല്ല അഹങ്കാരത്തോടു കൂടിയാണെങ്കിൽ അതിന് നമുക്കതിനുള്ള മറുപടി ഇല്ലാതെ റബ്ബും അദ്ദേഹം തമ്മിലാണ്. പക്ഷേ അത് ആ വേഷം മാറ്റണം. ആ തലയെക്കെട്ടും അതൊക്കെ മാറ്റിയിട്ട് സാധാരണ ചിലപ്പോഴൊക്കെ ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് ബന്നിട്ട് അത് ഓക്കെ, അത് കളിയാക്കുന്നതിന് നല്ല ഡ്രസ്സാണ്. പക്ഷേ ഇത് മാറ്റണം. പിന്നെ ഈ ആത്മീയമായ ചില കാര്യങ്ങൾ അദ്ദേഹം എടുത്തിട്ട് ഈ പറഞ്ഞ റീച്ച് കൂട്ടാൻ വേണ്ടി സപ്പോർട്ട് കൂട്ടാൻ വേണ്ടി ചില വീഡിയോയ്ക്ക് അതിനെ ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഞാൻ AP ഉസ്താദിൻ്റെ ആളാണ്, ഞാൻ കാന്തപുരം ഉസ്താദിൻ്റെ ആളാണ്, ഞാൻ സുന്നി. AP ഉസ്താദും ഇയാളുമായിട്ട് എന്ത് ബന്ധം എനിക്ക് മനസ്സിലാവുന്നില്ല. AP ഉസ്താദിൻ്റെ അടുത്ത് എല്ലാവർക്കും പോകാം, എല്ലാവരും പോകാറുണ്ട്. അങ്ങനെ പോകുന്നവർക്ക് AP ഉസ്താദിൻ്റെ ആളാവുമോ? AP ഉസ്താദിൻ്റെ സംഘടന പ്രവർത്തിച്ച AP ഉസ്താദിൻ്റെ ആളാവുമോ? ആവത്തില്ല. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ AP ഉസ്താദ് ഒരു കുലബന്ധമില്ലാത്ത പ്രവർത്തകന്മാർ നേതാക്കളൊക്കെ നമുക്കറിയാം. സർവ്വ റീബത്തുകൾക്കും നമീമത്തുകൾക്കും ഒക്കെ കൂട്ടുനിന്ന് സർവ്വ ഫിത്തനയ്ക്കും കൂട്ടുനിന്ന് പാവപ്പെട്ട ഉസ്താദുമാരുടെ പള്ളി ജോലി നശിപ്പിച്ച് കളഞ്ഞ് പള്ളിയിൽ നിന്ന് അവൻ്റെ കുടുംബത്തിൽ കിട്ടുന്ന ഭക്ഷണം കുഴികാല് വെട്ടി അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി അവനെ അടി കൊടുത്ത് വിടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ AP ഉസ്താദിൻ്റെ പേരാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതൊന്നും AP ഉസ്താദിൻ്റെ സ്വഭാവമല്ല. അതുപോലെ അൻസാരി സൂര്യയോട് പറയാറുള്ളത്, ഇവിടെ ദിക്റുകളും ഹൽക്കകളും സ്വലാത്തുകളും അതിൻ്റെയൊക്കെ മഹത്വം പറയുമ്പോൾ മഹാനായ താജുൽ ഉലമ തങ്ങൾ കൊടുക്കുന്നൊരു സ്വലാത്തുണ്ട്. തങ്ങൾ കൊടുക്കുമ്പോൾ പറയുന്നത് അറിയോ? കടം വീടാനാണെന്നാ അല്ലേ? നിങ്ങൾ ആ തങ്ങളെയല്ലേ ആക്ഷേപിച്ച കഴിഞ്ഞ വീഡിയോയിൽ? അപ്പം സ്വന്തം സംഘടനയുടെ നേതാക്കളെ പോലും നിങ്ങൾ പരസ്യമായിട്ട് കളിയാക്കി ആക്ഷേപിച്ചെങ്കിൽ നിങ്ങളെ റൂട്ട് എങ്ങോട്ടാണ് എന്നുള്ള കാര്യം വല്ലാത്ത ആപൽകരമാണ്, അപകടകരമാണ്. ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്വലാത്തുകളെയും ദിക്റുകളെയും ബിർ എന്ന് പറഞ്ഞിട്ട് ദിക്ർ ചെല്ലുന്നു എന്ന് പറഞ്ഞ നൗഷാദ് ബാഖവിയുടെ ഒരു സ്റ്റേജിൽ പോയി നിങ്ങൾ പ്രസംഗിച്ചു അല്ലേ? നിങ്ങൾ ആരെയാണ് സത്യത്തിൽ ആക്ഷേപിക്കാൻ വളം വെച്ച് കൊടുക്കുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദം ഉണ്ടാകാനുള്ള വഴികളിൽ ഒന്നാണ് നിങ്ങൾ. കാരണം നിങ്ങൾ തന്നെ ഈ സമുദായത്തിന് പരസ്യമായിട്ട് പിച്ച് ചീന്താനുള്ള അവസരങ്ങൾ കൊടുത്ത് നിരീശ്വരവാദികൾക്ക് വടികൊടുത്ത ആളുകൾപ്പെട്ട ഒരാളാണ് അൻസാരി സുഹരി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ വേഷം മാറ്റിയിട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉസ്താദ് ഒരുപക്ഷെ ഈ സുഹരി ബിരുദം കിട്ടുന്ന അവിടുത്തെ ഉസ്താദ് ഞാൻ അറിഞ്ഞതെടുത്തോളം ആണ് എങ്കിൽ നല്ലതുപോലെ മന്ത്രവാദം ചികിത്സ നടത്തുന്ന ആളാണ്. അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വേണ്ടി വന്നാൽ കൊണ്ടുവരാം. ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ നാഗൂർ സിയാറത്ത് കഴിഞ്ഞ് വരുമ്പോൾ എന്നെ ഫോൺ ചെയ്തു. നിങ്ങൾ ഫോൺ ചെയ്ത് നിങ്ങളുടെ ഫോണിൽ നിന്നല്ല, നിങ്ങളുടെ കൂടെയുള്ള ഒരാളുടെ പേരാണ് പറഞ്ഞത്, വേറൊരു സുഹരി. ആ സുഹരിയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നവർ. അതൊക്കെ ഞാൻ റെക്കോർഡാണ് കേട്ടോ. അപ്പോൾ ആ സംസാരത്തിൽ നിങ്ങൾ എന്നോട് പറഞ്ഞൊരു വാചകം ഇപ്പോഴും എൻ്റെ മൊബൈലിലുണ്ട്. എന്താണെന്നറിയോ? ഖബറുകളിൽ ഔലിയാക്കളുടെ ഖബറുകളുടെ അകത്ത് കിടക്കുന്ന ഔലിയാക്കൾ ആണ് എന്നതിന് എന്താണ് തെളിവെന്ന് എന്നോട് ചോദിച്ചു അല്ലേ? അപ്പോൾ ഖബറിനകത്ത് ഔലിയാക്കളുണ്ട് എന്നതിന് എന്താണ് തെളിവെന്ന് പോലും ചോദിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ വഹാബികളുടെ അച്ചാരം പറ്റിയ ആളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾ AP ഉസ്താദിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് വഹാബി പാളയത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ റീച്ച് കൂട്ടിക്കോളൂ, നിങ്ങൾ ലൈക്ക് മേടിച്ചോളൂ, ഒന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾ ഒരു വിഷയത്തെ എതിർക്കുമ്പോൾ അത് നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സംഘടനയാണ് എങ്കിൽ അതിനകത്ത് ആ വിഷയമുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം. നിങ്ങൾ ഷാദുലി റാത്തിബ് എന്ന് പറഞ്ഞ ആ ശരീരം അനങ്ങി ചെല്ലുന്ന ദിക്റുണ്ടല്ലോ, അതിനെ നിങ്ങൾ ആക്ഷേപിച്ചു. അത്
AP സംഘടനയിലുണ്ടല്ലോ, അതിൻ്റെ വീഡിയോ വേണം ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. പിന്നെ നിങ്ങൾ പിന്നെ ദിക്ർ ബിർ എന്ന് പറയും, ആ ദിക്ർ ചൊല്ലുന്ന മഹാന്മാരല്ലേ, അവരല്ലേ പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ ചൊല്ലിക്കോ, അതിൻ്റെ വഴി അള്ളാഹ് തുറന്നു തരും, അങ്ങനല്ലേ പറയാറുള്ളത്. അപ്പോൾ ദിക്ർ ചൊല്ലിയാൽ മാത്രം മതി പോരാ, ജോലിക്ക് പോകണമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾ കളിയാക്കിയത് ഒരു മുജാഹിദിൻ്റെ ആദർശത്തെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശത്തെയും ബിദ്അത്തുകാരുടെ ആദർശത്തെ കടമെടുത്തിട്ടാണ് നിങ്ങൾ സ്വന്തം പല്ലുകുത്തി മണപ്പിക്കുന്നത്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആ വേഷം മാറ്റി വെക്കുക. നിങ്ങളൊരു പണ്ഡിതൻ ആണ് എന്ന സ്ഥാനത്തിലേക്ക് നിങ്ങൾ അംഗീകരിക്കാൻ ഇവിടെ ഉറപ്പില്ല. പക്ഷേ നിങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ വളരെ സൂക്ഷിക്കണം, ആഖിബത്ത് സൂക്ഷിക്കണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ മജ്ലിസുകൾ കേരളത്തിൽ ആർക്കും ഏത് മജ്ലിസും നടത്താം. ഇത് സ്വതന്ത്ര ഇന്ത്യയാണ്, മനസ്സിലായില്ലേ? അവിടെ ദീനീപരമായിട്ട് ശരീഅത്ത് പരമായി എതിരോ വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും അതിനുവേണ്ടി പ്രസ്താവന ഇറക്കാനും ഇവിടെ 4 മതസംഘടനകളുണ്ട്. സമസ്ത 1, 2, 3, ദക്ഷിണ. അവർ രംഗത്ത് വന്ന് ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്താൽ മതി. അല്ല, നിങ്ങൾ ശരീഅത്തിന് തീരുമാനം എടുക്കാൻ വേണ്ടി നിങ്ങളായിട്ടില്ല. അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ സംസാരത്തിലൊന്നും അതില്ല. കാരണം പിന്നെ ഒരു ഇൽമുള്ള ആൾ, ഒരു പണ്ഡിതൻ്റെ സ്വഭാവമൊന്നും അല്ല ഈ കോമഡിയും പിന്നെ ആക്ഷൻ കാണിക്കലും. അതൊക്കെ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഒരു മുത്തഅല്ലിമിൻ്റെ ലെവലെങ്കിലും ആകണം എന്നാണ് അൻസാരിയോട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക.